കെപിസിസി ആസ്ഥാനത്തേക്ക് നടന്ന ബിജെപി മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകൾക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്യാമറ മാറിക്കോ. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ ഉപരോധത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വനിതാ പ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായെന്ന് ബിജെപി ആരോപിച്ചു. ഇത് പോലീസും ബിജെപി നേതാക്കളും തമ്മിൽ വാക്കേറ്റത്തിനിടയാക്കി. ഒരു വനിതയെ പുരുഷ പോലീസുകാർ മർദ്ദിച്ച് അവരെ ആശുപത്രിയിൽ എത്തിച്ചു, ചേട്ടത്തടിച്ചു. അപ്പോഴൊക്കെ ആസൂത്രിതമായിട്ട് സമരത്തെ തകർക്കുവാനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് നടത്തുന്ന ഈ അരാജക പ്രവർത്തനത്തിനെതിരെ രാജ്യവ്യാപകമായി ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് പോകും. ഇപ്പോൾ പുരുഷ പോലീസുകാർ വനിതകളെ മർദ്ദിച്ചിട്ടുണ്ട്. അവർ ആശുപത്രിയിലാണ്. ഞങ്ങൾ അതിന്റെ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം ശക്തമായ നടപടികൾ ആവശ്യപ്പെടും. അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ DCP ആയിട്ട് സംസാരിക്കാൻ പോയിട്ടുണ്ട്. അത് ശക്തമായ നടപടി വേണ്ടിവരും. അല്ലെങ്കിൽ ഞങ്ങൾ സമരം വീണ്ടും ഇവിടെ വരും. തീർച്ചയായിട്ടും അങ്ങനെ ഇത്രയും വനിതാ പോലീസുകാർ നിൽക്കുമ്പോഴേക്കും ഒരു സ്ത്രീയെ അവരെ തടയണമെന്നുണ്ടെങ്കിൽ വനിതാ പോലീസുകാരെ തടയാമല്ലോ. ഒരു പുരുഷ പോലീസ് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ശക്തമായിട്ട് ഞങ്ങൾ നേരിടും. പ്രധാനമന്ത്രിയുടെ വീട് ആക്രമിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ ഡൽഹിയിൽ നടന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇന്നലെ നടന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ ആക്രമിക്കാൻ ഒരു ശ്രമം. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആക്രമണ ശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി രാജ്യത്തിന് നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല. അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ന് പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.